ഡൽഹിയിൽ എത്ര വട്ടം പോയി എന്നുള്ളത് ഇപ്പോൾ കൗണ്ട്ലെസ് ആണ് കേട്ടോ. ആഗ്രയിലെ പോസ്റ്റിംഗ് മുതൽ ഡൽഹി യാത്ര തുടങ്ങിയതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ വന്നാലും പോയാലും ഒക്കെ ഡൽഹി വിസിറ്റ് ചെയ്യും. അങ്ങനെ ഡൽഹിയിൽ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വസതിയാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയലായിട്ട് മാറ്റി അവർ വെച്ചിരിക്കുന്നത്. 200ഓളം ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആട്ടോ ഇത്. 1984 ഒക്ടോബർ 31 സ്വന്തം കാവൽ ഭടരാൽ കൊല ചെയ്യപ്പെട്ടത്, ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണ്. മരണപ്പെട്ട് വീണ സ്ഥലം അവർ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം വീടൊരു മ്യൂസിയമായി മാറ്റി വെച്ചിരിക്കുക കേട്ടോ ഇവർ. ദേശീയ പ്രസ്ഥാനത്തെയും നെഹ്റു കുടുംബത്തെയും കാണിക്കുന്ന ഒട്ടേറെ ഫോട്ടോ ശേഖരങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് കാണാം. മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിലെ ന്യൂസുകളും ടൈം മാഗസിൻ പോലുള്ള പത്രങ്ങളിലെ ന്യൂസുകൾ വരെ, ഇന്ദിരാഗാന്ധി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ വരെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ റൂമും ചേഞ്ചിങ് റൂമും പ്രെയർ റൂമും ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ്. അവിടെ ഇന്ദിരാഗാന്ധിയുടെ സാരികളൊക്കെ നല്ല നിരത്തി വെച്ചിട്ടുണ്ട്. ചെരുപ്പുകൾ കാണാം നമുക്ക്. പ്രെയർ റൂമിലും അതേതര രീതിയിലുള്ള എല്ലാവിധ രൂപങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ചെറിയ ലൈബ്രറി, ഓഫീസ് റൂം, ലീവിങ് റൂം, ഡൈനിങ് റൂം എല്ലാം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തെ പോഷായിരുന്നു എല്ലാ റൂമുകളും. അതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റ് ഭരണാധികാരികൾ കൊടുത്ത സമ്മാനങ്ങളും ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ഇട്ട സാരി ഉൾപ്പെടെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയൊക്കെ കുട്ടിക്കാലത്തെ ഫോട്ടോകളും അവരുടെയൊക്കെ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോകളൊക്കെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2-3 തവണ പോയതുകൊണ്ട് തന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിക്കണ്ട് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ അമ്മയ്ക്കതൊരു പുതുമയായിരുന്നുകൊണ്ട് അമ്മ എല്ലാം ഇരുന്ന് വായിക്കുകയും കാണുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നമ്മുടെ സ്റ്റഡി റൂം, ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം, കിടക്കുന്ന മുറി എല്ലാം തന്നെ അന്ന് എങ്ങനെയാണോ ഇരുന്നിരുന്നത് അതുപോലെ ആട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതേ രീതിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല നീറ്റായി വൃത്തിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി മകൾക്ക് അയച്ച കത്തുകളും അവരുടെ പേഴ്സണൽ ഡയറിയും അവർ പല സ്ഥലങ്ങളിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോകളും എല്ലാം തന്നെ നമ്മുടെ മ്യൂസിയത്തിലെ ഭയങ്കര ആകർഷണീയമായ കാര്യങ്ങളാണ്. മരിക്കുന്നതിൻ്റെ ദിവസം അക്ബർ റോഡിലേക്ക് നടന്ന ഏതാനും മീറ്ററുകളും പെടഞ്ഞു വീണ സ്ഥലവും ക്രിസ്റ്റൽ ഗ്ലാസ്സും കൊണ്ട് അവർ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ രക്തക്കറകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡൽഹി വിസിറ്റ് ചെയ്യുന്നവർ നമ്മുടെ കുത്തബ് മീനാറും ലോട്ടസ് ടെമ്പിളും പോലുള്ള സ്ഥലങ്ങൾ മാത്രമല്ല ഈ ഒരു മെമ്മോറിയലും കൂടെ പോയി കാണണം. അത്രയും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.